മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും ഒരു ഭരണം കിട്ടുമോ എന്നുള്ള തത്രപ്പാടിലാണ്, അല്ലെങ്കിൽ അന്വേഷണത്തിലാണ്. നമുക്കറിയാം, ഇപ്പോഴുള്ള ഈ കാര്യങ്ങളുടെ എല്ലാം കിടപ്പുവശം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാമത് കൂടി ഭരണത്തിൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആരോപണങ്ങൾ ഒരുപാടുണ്ട് എങ്കിൽ പോലും പക്ഷേ മറ്റൊരു ഭരണത്തെ നോക്കിക്കാണാൻ, അതായത് ഒരു കോൺഗ്രസ് ഭരണത്തെ നോക്കിക്കാണാനുള്ള ശേഷി ഇന്നത്തെ കേരളത്തിനില്ല എന്ന് പറയുന്നത് തന്നെയാണ് ഉചിതം. കാരണം അവിടെ തമ്മിലടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട് അവർക്ക് യാതൊരു സമയവും കിട്ടുന്നില്ല. എത്രയോ ആരോപണങ്ങൾ ഈ ഒരു ഭരണത്തിന് നേരെ ഉയർന്നു വന്നിട്ടും അതൊന്നും വ്യാപകമായ രീതിയിൽ ഒന്ന് ആളിക്കത്തിക്കാനോ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങാനോ ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് ശ്രമിച്ചിട്ടില്ല. പലപ്പോഴും പല ഒത്തുതീർപ്പുകളിലേക്ക് പോകുന്നോ എന്നുള്ള ഒരു സംശയം പൊതുജനങ്ങൾക്കിടയിലേക്ക് ഉണ്ടാകുന്ന രീതിയിലേക്ക് പ്രവർത്തികൾ പോവുകയും ചെയ്തിട്ടുണ്ട് താനും. ജനങ്ങളുടെ മനസ്സിലെ രോഷം ആളിക്കത്തിക്കാതെ ഇരിക്കുന്ന ഒരു പ്രതിപക്ഷത്തെ കാണുന്നത് ഒരുപക്ഷെ കേരളം ഇപ്പോഴായിരിക്കുമെന്ന് പറഞ്ഞാലും തെറ്റില്ല. എന്തായാലും തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നു, അതിനുശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വരുന്നു. സ്വാഭാവികമായും തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ പ്രാമുഖ്യം എന്ന് പറയുന്നത് CPM-ന് തന്നെയാണ് കൂടുതലായി ഉണ്ടായി കണ്ടിട്ടുള്ളത് ഇതുവരെയും. അപ്പോൾ ഈ വരുന്ന തിരഞ്ഞെടുപ്പുകളിലും അവർ അത്തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് നടത്തുന്നത്. മാത്രമല്ല, ഇവിടെ ചില ഗിമ്മിക്കുകളൊക്കെ കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഭരണത്തിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, മന്ത്രിമാരടക്കം MLA-മാരടക്കം കുടിക്കുന്ന ചായയുടെയും പഴംപൊരിയുടെയും പണം വരെ സ്വന്തം പേഴ്സിൽ നിന്ന് കൊടുക്കാൻ ആവതില്ലാത്ത, കെൽപ്പില്ലാത്ത ഒരു ഭരണ നേതൃത്വമാണ് ഇന്ന് നമുക്കുള്ളത്. അതിൻ്റെ പണം വരെ ഷീട്ടാക്കി എഴുതി ഖജനാവിൽ നിന്ന് വാങ്ങി പോക്കറ്റിലിടുന്ന പ്രമുഖരാണ് ഇന്നുള്ളത്. എല്ലാവരും തന്നെ ഭരണത്തിലുള്ള പ്രമുഖരെല്ലാവരും തന്നെ. നമുക്കറിയാം, കണ്ണട വാങ്ങിയ കഥ അറിയാം, പഴംപൊരിയുടെ ബില്ല് എഴുതിയെടുത്ത കഥ അറിയാം. ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി അങ്ങ് അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ പോയതിൻ്റെ ചെലവ് ഉൾപ്പെടെ നമ്മുടെ ഖജനാവിൽ നിന്നാണ്, നമ്മുടെയൊക്കെ നികുതി പണത്തിൽ നിന്നാണ് ഇവരൊക്കെ എടുത്ത് ചെലവാക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ അതിനെതിരെയുള്ള ആരോപണങ്ങൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കൂടാതെയാണ് പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം പിൻവാതിൽ നിയമനം എന്നുള്ള ഒരു കാര്യം വരുന്നത്. ഈ പിൻവാതിൽ നിയമനം എന്ന് പറയുന്നത് ഓരോ ഭരണം വരുമ്പോഴും മാറി മാറുന്ന ഭരണം ആരാണോ നടത്തുന്നത് അവരുടെ പിണിയാളുകളെയൊക്കെ ഇത്തരത്തിൽ പിൻവാതിൽ നിയമനത്തിലൂടെ നിയമിക്കുന്നതൊന്നും അതൊരു പുത്തരിയായിട്ടൊന്നും നമുക്ക് തോന്നാറില്ല. പക്ഷേ ഈ ഖജനാവിലെ പണം ചെലവഴിക്കുമ്പോൾ അതിൽ കുറച്ച് വേവ് ജനങ്ങൾക്കുണ്ട്. കാരണം ഇതെല്ലാം നമ്മളെയൊക്കെ ഞെക്കിപ്പിഴിഞ്ഞ് ഊറ്റിയെടുക്കുന്ന നികുതി പണമാണ് ഈ ഖജനാവിലുള്ളത്. ആ ഖജനാവിലെ പണം പോലും ഇല്ല, അവിടെ ഇപ്പൊ പൂച്ച പെറ്റ് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഈ ഭരണം തന്നെ. ഭരണത്തിൽ ഇരുന്നു കൊണ്ട് തന്നെയും മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പണമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഭരണ നേതൃത്വത്തിൻ്റെ എല്ലാ ധൂർത്തുകൾക്കും പണം ഇവരുടെ കയ്യിലുണ്ട് താനും. അതെങ്ങനെ വരുന്നു എന്നുള്ളത് സത്യത്തിൽ ഇവർ രേഖാമൂലം ജനങ്ങളെ ബോധിപ്പിക്കേണ്ടതാണ്. കാരണം ഇവരെ ഈ കസേരയിലേക്ക് കയറ്റി ഇരുത്തിയിരിക്കുന്നത് ജനങ്ങളാണല്ലോ. അപ്പോൾ ആ ഒരു പ്രതിബദ്ധത കാണിക്കണം. പക്ഷെ പിണറായിക്ക് ഒന്നില്ലെങ്കിൽ കടക്ക് പുറത്ത്, അല്ലെങ്കിൽ വാടാ മോനെ അകത്ത് എന്നുള്ള ഒരു നിലപാടാണ്. അതുകൊണ്ട് പിണറായിയുടെ അടുത്ത് ആരും പോയിട്ട് മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടം. എന്നാൽ അദ്ദേഹത്തിന്, മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ ആരും അദ്ദേഹത്തോട് ചോദിക്കാനും പോകുന്നില്ല. ഇപ്പൊ തന്നെ നോക്കൂ, വരികയാണ് തദ്ദേശവും നിയമസഭയും. അപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് സർക്കാരിനെ കുറിച്ചുള്ള ജനമനസ്സ് അറിയാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ സ്വാഭാവികമായും ഒരു ഭരണ നേതൃത്വം നടത്തും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? സംസ്ഥാന വ്യാപകമായിട്ട് നവകേരള ക്ഷേമ സർവേ നടത്താൻ പോവുകയാണ് സർക്കാർ. ആയിക്കോട്ടെ, സർക്കാർ നടത്തിക്കോട്ടെ, ജനഹിതം അറിഞ്ഞോട്ടെ. ഈ കാണുന്ന ചീത്തവിളിയും കാര്യങ്ങളും ഒന്നും അറിയാൻ കഴിയുന്നില്ല എങ്കിൽ, അതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ഭരണത്തിൽ വരാനുള്ള എന്തെല്ലൊക്കെയോ തങ്ങൾക്ക് അനുകൂലമായ ഘടകങ്ങൾ ഇവിടെയുണ്ട് എന്നുള്ളത് കൂടി ബോധ്യമാകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ധൈര്യപൂർവ്വം ഓരോരോ വീടുകളിലേക്കും ഓരോരോ മനുഷ്യനിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയും വരാൻ കഴിയുമോ, ഞങ്ങൾക്ക് വേണ്ടി ഇനിയും വോട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഈ സർവേ. ഇനിയിപ്പോൾ ഈ നവകേരള ക്ഷേമ സർവേ, അതിന് വോളണ്ടിയർമാർ വേണമല്ലോ.
ആ വോളണ്ടിയർമാരെ റിക്രൂട്ട് ചെയ്യാനായിട്ട് പണം മുടക്കണം. അല്ലാതെ ആരും വെറുതെ വരില്ലല്ലോ. പണ്ടത്തെ പോലെ സേവനത്തിനായിട്ട് ആരും വരുന്നില്ല. ഇന്ന് പാർട്ടി പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ അന്നന്നത്തേക്കുള്ള കൂലിക്കാണ് ഓരോരുത്തരും പാർട്ടി പ്രവർത്തനത്തിന് പോലും ഇറങ്ങുന്നത്. അത് CPM നന്നായിട്ട് അറിയാം. CPM അത് നന്നായിട്ട് അറിയുന്ന മറ്റൊരു പാർട്ടിയും ഉണ്ടാകില്ല. എന്തായാലും ഈ വോളണ്ടിയർമാരെ നിയമിക്കണം. പക്ഷേ ആ നിയമിക്കുന്നതിലുള്ള പണം പോലും ഖജനാവിൽ നിന്ന് ചെലവഴിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഓരോ പൊതുജനം ഓരോരുത്തരെയും വിളിച്ചു നിർത്തി കരണത്തടിക്കുന്നതിന് തുല്യമാണ്. കാരണം നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ ഇഷ്ടത്തിന് ഇത്തരത്തിൽ തോന്നിയതുപോലെ ഖജനാവിലെ പണം ചെലവഴിക്കും എന്ന് പറയുകയാണ് ഈ നീക്കത്തിലൂടെ മുഖ്യമന്ത്രിയും ഭരണ നേതൃത്വവും ചെയ്യുന്നത്. സർക്കാരിൻ്റെ ഈ പരിപാടിയിൽ DYFI ആണ് വോളണ്ടിയർമാരായിട്ട് പങ്കാളികളാക്കാൻ വേണ്ടിയിട്ട് നീക്കം നടത്തുന്നത്. ഈ പങ്കാളികളാക്കാൻ അല്ലെങ്കിൽ വോളണ്ടിയർമാരാക്കുമ്പോൾ കോടികളാണ് ഇതിനു വേണ്ടി ചെലവഴിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രതിപക്ഷ പാർട്ടികളൊക്കെ എതിർപ്പ് ഉയർത്തിയിട്ടുണ്ട്. അതിൽ യാതൊരു ഭീഷണി അല്ലെങ്കിൽ യാതൊരു കാര്യമുണ്ട് എന്നുള്ളത് അത് വളരെ പുച്ഛത്തോടെ കൂടി നോക്കിക്കാണുന്ന കാര്യമാണ് സർക്കാർ ഈ പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പ് എന്ന് പറയുന്നത്. എന്തായാലും സർക്കാർ ഖജനാവിൽ നിന്ന് ഇതിനകം തന്നെ ഈ ഒരു പ്രവൃത്തിക്ക് വേണ്ടി നവകേരള ക്ഷേമ സർവേക്ക് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ളത് 20 കോടി രൂപയാണ്. 20 കോടി രൂപ അനുവദിച്ചിട്ടുള്ള ഈ സർവേ എന്ന് പറയുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് നടക്കാൻ പോവുകയാണ്. കോളേജ് വിദ്യാർത്ഥികളടക്കമുള്ള വോളണ്ടിയർമാർ 80 ലക്ഷം വീടുകളിൽ എത്തിയിട്ട് വിവരം ശേഖരിക്കും എന്നുള്ളതാണ് ഈ സർവേ പ്രഖ്യാപിച്ച സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. എന്നാൽ ഈ കോളേജ് വിദ്യാർത്ഥികൾ പാർട്ടിയെ അനുസരിക്കുന്ന DYFI അനുയായികളായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പാർട്ടിയുടെ ഒരു പരിപാടിക്ക് ഭരണപക്ഷത്തിൻ്റെ ഒരു പരിപാടിക്ക് ഇന്നത്തെ കാലത്ത് ഇറങ്ങുന്നുണ്ടെങ്കിൽ DYFIയേക്കാൾ മികച്ച ഒരു കേഡറിനെയോ അല്ലെങ്കിൽ ഒരു പോരാളിയെയോ ഒന്നും ഇവർക്ക് കിട്ടാനില്ല. നമ്മൾ മറന്നു പോകരുത് ഈ ജീവൻ രക്ഷാപ്രവർത്തനമൊക്കെ. അപ്പോൾ അത്രയ്ക്കും തണ്ടും തടിയും മിടുക്കുമുള്ള ഇനി ഞങ്ങൾ നിങ്ങൾക്കല്ല വോട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ കയറി ചെല്ലുന്ന വീട്ടിൽ അടി ഉണ്ടാക്കിയിട്ട് പോരാനുള്ള നല്ല തണ്ടും തടിയുള്ള ആളുകളെ ആയിരിക്കും ഇത്തരത്തിൽ നിർത്തിയിട്ടുണ്ടാവുക. DYFI എന്ന് പറയുന്നത് ഇവരുടെ ഗുണ്ടാസംഘമാണ് എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. അപ്പോൾ അത്തരത്തിൽ എന്തും പ്രവർത്തിക്കാനുള്ള ഒരു ലൈസൻസ് മുഖ്യമന്ത്രി കൊടുത്തിട്ടുള്ള സംഘമാണ് DYFI. ഈ DYFIക്ക് വേണ്ടിയിട്ടാണ് 20 കോടി രൂപ മുടക്കി 80 ലക്ഷം വീടുകളിൽ ഇവർ കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അവർക്കൊരു അവസരം നൽകുക എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. ജനങ്ങളെ കേൾക്കാനും വികസനവും ക്ഷേമവും സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ സ്വരൂപിക്കുക എന്നൊക്കെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. എന്നാൽ ജനങ്ങളെ കേൾക്കുന്നതിനൊപ്പം മൂന്നാം ഇടത് സർക്കാരിലേക്കുള്ള പ്രകടന പത്രികയിലേക്കുള്ള സമഗ്രമായ ഒരു ഡാറ്റ വിവര ശേഖരണം കൂടി ഇതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് കടത്തുന്നുണ്ട്. അതായത് ഇതുവരെയുള്ള പ്രവർത്തികളിൽ നിന്ന് തന്നെ പൊതുജനം തലയ്ക്ക് കൈ കൊടുത്തിരിക്കുകയാണ്. ആ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്ന ജനത്തിൽ നിന്ന് അടുത്ത പ്രകടന പത്രിക ഉണ്ടാക്കുമ്പോൾ അതിൽ എന്തെല്ലാം ഇവരെ വീഴ്ത്താൻ വേണ്ടി ഉള്ളത് വേണം എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക. അതായത് ഇവർക്കറിയാം കോൺഗ്രസിൻ്റെ ഒരു കോൺഗ്രസിൻ്റെ നിലനിൽപ്പില്ലായ്മ അറിയാം. ഗതികെട്ട് കൊണ്ട് ഇവർ നമുക്ക് തന്നെ വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നറിയാം. അങ്ങനെ സാഹചര്യം ഉള്ളപ്പോൾ ഒരു വലി കൂടി വലിച്ചാൽ ജനം വീണ്ടും നമുക്കൊപ്പം പോരുമെന്നറിയാം. ആ ഒരു വലിക്ക് വേണ്ടുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് DYFIയെ കൊണ്ട് മനസ്സിലാക്കിച്ചെടുക്കുകയാണ് ഇതിന് പിന്നിലൂടെ ഈ 20 കോടി മുടക്കുന്നതിലൂടെ മുഖ്യമന്ത്രി ലക്ഷ്യമാക്കുന്നത്. എന്തായാലും സമഗ്രമായിട്ടുള്ള ഒരു വിവരശേഖരണം നടത്തും. ഇത് മുൻനിർത്തിയിട്ടാണ് പാർട്ടിക്കാരെയും ഇടത് അനുഭാവികളെയും ഒക്കെ പരമാവധി ഇടങ്ങളിൽ വോളണ്ടിയർമാരായിട്ടൊക്കെ നിയോഗിക്കാൻ CPM തീരുമാനിച്ചിരിക്കുന്നത്.
ഇതിന് പിന്നാലെ തന്നെ ഈ നിലക്കുള്ള ഒരുക്കങ്ങളുമൊക്കെ സംഘടനാ തലത്തിൽ തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വം ഇത് സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പ് ജില്ലാ കമ്മിറ്റികൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇതോടുകൂടി ലോക്കൽ കമ്മിറ്റികൾ വാർഡ് അടിസ്ഥാനത്തിലുള്ള വോളണ്ടിയർ പട്ടികയൊക്കെ തയ്യാറാക്കി തുടങ്ങിയിട്ടുണ്ട്. ഈ അറിയിപ്പിന്റെ പകർപ്പും പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. സർവേക്ക് താല്പര്യമുള്ള ഇടത് അനുഭാവികളെ വോളണ്ടിയർമാർക്കുള്ള ആപ്പിൽ രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നു വരികയാണ് എന്നുള്ളതാണ്. ഇവരുടെ പട്ടിക സർവേക്ക് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് അംഗീകരിക്കുന്നതോടെ ഇതിനുള്ള പ്രത്യേക പരിശീലനവും നൽകും. ഇനി കുടുംബശ്രീ, സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവയിലെ ഇടത് അനുഭാവികൾ, പാർട്ടിയുടെ വർഗ ബഹുജന സംഘടനകളുടെ പ്രാദേശിക ഭാരവാഹികൾ എന്നിവരും പലയിടത്തും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ട്. ഇവരെല്ലാം ഇറങ്ങുന്നത് പാർട്ടിയിലെ ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്ക് വേണ്ടുന്ന സ്വീകാര്യത കിട്ടാനും അവരുടേതായ കാര്യങ്ങൾ നടക്കാനും വേണ്ടിയിട്ടുണ്ടാണ്. എന്തായാലും സർവേയുടെ മേൽനോട്ടത്തിനായിട്ട് ചുമതലപ്പെടുത്തുന്നത് സ്വാഭാവികമായും പാർട്ടിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ആയിരിക്കും. സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിൽ നടത്തുന്ന ഈ സർവേക്ക് രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് എന്ന് ചൂണ്ടിക്കാട്ടി മറ്റു പാർട്ടിക്കാരൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആരും അതിനെ വകവയ്ക്കുന്നുമില്ല. ഇവർക്ക് പ്രതിഫലം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുമില്ല. പിന്നീട് പ്രതിഫലം നൽകാനുള്ള സാധ്യതകളുമുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ നിലയിൽ സർക്കാർ ഫണ്ട് പോക്കറ്റിലാക്കാനുള്ള ഒരു അവസരം ഡിവൈഎഫ്ഐക്ക് കൈവരുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് വസ്തുത. തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള LDFന്റെ സ്ക്വാഡ് വർക്ക് ആയിട്ട് ഈ സർവേ മാറിയേക്കാമെന്നുള്ള വിമർശനമൊക്കെ ഉയരുന്നുണ്ട്. ഇതിനെ ഉറപ്പിക്കുന്നത് കൂടിയാണ് ഈ നീക്കം. സർക്കാരിൻ്റെ സർവേ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ നടത്താനാണ് നീക്കം നടത്തുന്നത്. എന്നാൽ മാർച്ച് 31 വരെ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരെ റിക്രൂട്ട് ചെയ്യാനുള്ള പാർട്ടി നിർദ്ദേശം കൂടി പുറത്തു വരുന്നുണ്ട്. പഞ്ചായത്ത് വാർഡിൽ നിന്ന് 6 പേരെയും നഗരസഭാ വാർഡിൽ നിന്ന് 8 പേരെയുമാണ് വാർഡ് തല കർമ്മസേനയിലേക്ക് വേണ്ടത്. ഇവരുടെ മേൽനോട്ടത്തിനു വേണ്ടി തദ്ദേശ സ്ഥാപന തലത്തിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥനും 2 സന്നദ്ധ പ്രവർത്തകരും അടങ്ങുന്ന ടീമിനെ നിയോഗിക്കും. ഈ ടീമിനെ നിശ്ചയിക്കേണ്ടതും ബന്ധപ്പെട്ട പാർട്ടി ഘടകം തന്നെയാണ്. നിയമസഭാ മണ്ഡലം തല സമിതിക്കായിട്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെയും കേന്ദ്ര സംസ്ഥാന സർവീസുകളിൽ നിന്ന് വിരമിച്ച LDF അനുഭവമുള്ള ഒരാളെയും കണ്ടെത്തേണ്ടതുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ പൊതുവിൽ ഈ ഒരു കാര്യത്തിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും ഫണ്ട് ഖജനാവിൽ നിന്ന് മുടക്കിക്കൊണ്ട് ഈ ഒരു 6 ലക്ഷം കോടിയുടെ ബാധ്യത കേരള സമൂഹത്തിൻ്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ഈ സർക്കാർ ഇറങ്ങുമ്പോൾ ഈ സർക്കാർ തന്നെ വരുമെന്നുള്ളത്, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാർ തന്നെ മൂന്നാമതും വരുമെന്നുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വാലേ തൂങ്ങികളുടെയും ഒരു അഹന്തയുടെ ഭാഗം കൂടിയാണ് എന്ന് പറയാതെ വയ്യ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.